ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മാത്സിലെ ഭിന്നസംഖ്യകൾ എന്നതിൽ സെക്കൻഡ് പാർട്ടാണ്. 15 മാർക്കും അതേപോലെ 1-2 പ്രസ്താവന ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് ടൈപ്പിലും വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം കഴിഞ്ഞ NC എക്സാമൊക്കെ മാത്സിൽ നിന്ന് കൂടുതലും വന്ന എന്തായിരുന്നു, പ്രസ്താവന ടൈപ്പായിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്താണിത്? മിക്സഡ് ഫ്രാക്ഷനാണ് തന്നിരിക്കുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ്റെ അഡീഷനും സബ്ട്രാക്ഷനൊക്കെ വന്നിരിക്കുന്നത്. 3 1/2 2 1/3 -4 1/6 തുല്യമായത് ഏത്? 2016 UP സ്കൂൾ ടീച്ചറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഇത് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ ഇതിനെ എല്ലാത്തിനെയും എന്താക്കണം, അതായത് മിക്സഡ് ഫ്രാക്ഷൻ ആയതിനെ, അതായത് മിശ്ര ഭിന്നമായതിനെ നമ്മൾ എന്താക്കി മാറ്റണം, വിഷമ ഭിന്നമാക്കി മാറ്റിയിട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നത്? 3 1/2 നമ്മൾ എങ്ങനെയാണ് അത് മിശ്ര ഭിന്നമായതിനെ വിഷമ ഭിന്നമാക്കുന്നത്? ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 2 6 പ്ലസ് ഈ 1 ചെയ്യുക, ഡിവൈഡഡ് ബൈ ഇവിടുത്തെ എന്താണോ ഡിനോമിനേറ്റർ അതെടുത്ത് എഴുതുക. സോ ഇവിടുത്തെ ആൻസർ എന്ത് വരും? 7/2. അതായത് നമുക്ക് 7/2 എന്ന് റീപ്ലേസ് ചെയ്യാം. അങ്ങനെ ഓരോന്ന് വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ചെയ്യാവുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 അല്ലേ, പിന്നെ എന്താ അവിടെ ഉള്ളത്? +2, പിന്നെ എന്താ അവിടെ ഉള്ളത്? -4. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ബാക്കിയുള്ള ഫ്രാക്ഷൻ നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. സോ ഇവിടെ ആൻസർ എന്ത് വരും? 1/2 + 1/3 - 1/6 എന്ന് വരും. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എല്ലാത്തിൻ്റെയും എന്താണ് 2 3 6 അല്ലേ? ഇവിടെ നമ്മൾ LCM സെയിം ആക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ × 3 ചെയ്യുക. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ LCM കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ × 3 ചെയ്യുക. 3യെ 6 മാറ്റാനായിട്ട് × 2 ചെയ്യണം. ഡിനോമിനേറ്ററിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ ന്യൂമറേറ്ററിൽ ചെയ്യാനായിട്ട് മറക്കരുത്. സോ ഇവിടുത്തെ ആൻസർ എന്ത് വരും? 3 + 2 5 ആണ്. 5 - 1 4 എന്ന് പറയുന്നത് 1 ആണ്. നെക്സ്റ്റ് ഇവിടെ എന്ത് വരും? ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 3 + 1 × 2 2 ആണ്. -1/6 എന്നുള്ളത് കോമൺ ആയിട്ട് വരും. സോ 1 3 + 2 എന്ത് വരും? 5 വരും. 5 - 1 എന്ന് പറയുന്നത് എന്താണ്? 4/6 എന്ന് വരും. ഇനി ഇതിന് നമുക്ക് എന്താ, രണ്ടിനെയും നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ സോ 2/3 എന്ന് വരും. സോ 1 2/3 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി 1 2/3 വരും. ഇനി ഇതേപോലെ ചെയ്യാനാണെങ്കിൽ നോക്കിക്കേ, ഇതിന് നമുക്ക് 7/2 എന്ന് എഴുതാം. അതേപോലെ ഇവിടെ എന്ത് വരും? ഇവിടെ 3 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. 6 + 1 എന്ന് പറഞ്ഞാൽ ഇത് 7 വരും. 7 ഡിനോമിനേറ്റർ എന്താണ് ഇവിടെ? 3 ആണ്. 7/3 എന്ന് വരും. മൈനസ് ഇവിടെ എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 × 4 എന്ന് പറയുന്നത് 24 ആണ്. 24 + 1 എന്ന് പറയുന്നത് 25/6 എന്ന് വരും. ഇനി ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ആക്കാൻ നമ്മൾ ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2നെ 6 എത്തിക്കാനായിട്ട് നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് തന്നെ ഇവിടെയും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ആൻസർ വരുന്നത്? 7/2. ഇവിടെ ന്യൂമറേറ്ററിൽ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്ററിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് അടുത്തെന്താണ്? 7/3. ഇവിടെ ഡിനോമിനേറ്ററിൽ 2 കൊണ്ട്, സോറി ഇവിടെ 3 അല്ല, ഇവിടെ 2 ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ന്യൂമറേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. -25/6 എന്ന് വരും. അതായത് ഇവിടെ എത്ര വരും? 21/6 +14/6 -25/6 എന്ന് വരും. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റർ എല്ലാം തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും? 21 + 14 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 1 5 2 1 3 35/6 -25/6 എന്ന് വരും. അതായത് ഇവിടുത്തെ ആൻസർ എത്ര വരും? 35 - 25 കുറച്ച് നമുക്ക് 10/6 എന്ന് കിട്ടും. 10നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1. ഇവിടെ അതേപോലെ ഇവിടെ എത്ര വരും? 6 വരും. ആൻസർ എത്ര വരും? 4 വരും അല്ലേ? അതായത് നമുക്ക് 1 4/6 എന്ന് വരും. ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എങ്ങനെയാണ് അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്നതെന്ന് അറിയാമല്ലോ. എന്താണോ ആൻസർ അത് ആദ്യം എടുത്ത് എഴുതുക. റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത്, നമുക്ക് ശിഷ്ടമായിട്ട് കിട്ടുന്നത് മുകളിൽ എഴുതുക. എന്തുകൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അതിനെ നമ്മൾ താഴെ എടുത്തെഴുതുക. സോ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 1 2/3 വരും. ഓക്കെ, ഈ രണ്ട് മെത്തേഡിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംഖ്യാരേഖയിൽ 3/5-നും 3/4-നും ഇടയിൽ വരാത്ത ഭിന്നകം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വരാത്തത് ഈ ജസ്റ്റ് 3/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/5 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 പോയിൻ്റ് ചെയ്യാൻ അല്ലേ? പോയിൻ്റ് ചെയ്യുമ്പോഴേക്കും ഇവിടെ എത്ര വരും? 6 6 5 30 ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.6 ആണ്. അടുത്തത് 3/4 ആണ്. 3/4 ഇവിടെയും പോയിൻ്റ് ഇട്ട് കൊടുക്കുക, 0 ഇട്ട് കൊടുക്കുക. 7 4 28 അല്ലേ? റിമൈൻഡർ 2 വരും. പിന്നെ ഇവിടെ എത്ര വരും? 0 ഇട്ട് കൊടുത്താൽ 7 5 4 20 ആണ്. സോ ഇവിടുത്തെ ആൻസർ എത്ര വരും? 0.75. അപ്പം നമുക്ക് വേണ്ടത് ഈ സംഖ്യാരേഖയിൽ 0.6-നും 0.75-നും ഇടയിൽ വരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നിനെയും ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2/3 എന്ന് പറയുമ്പോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണ്? 0.6 എന്ന് വരും. ഉണ്ട് 2/3 എന്ന് പറഞ്ഞാൽ 0.6. ഇവിടെ എത്ര വരും? 18 വരും. ഇവിടെ 2 വരും. വീണ്ടും 0.66 എന്ന് വരും. 0.66 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഈ സൈഡിൽ എവിടെയോ വരുന്ന നമ്പറാണ് 0.66 എന്ന് പറഞ്ഞാൽ. ഇനി 4/5 നോക്കിയാലോ? 4/5 നോക്കിയാൽ ഇവിടെ പോയിൻ്റ് ഇട്ട് കൊടുക്കുക, 0 ഇട്ട് കൊടുക്കുക. 8 5s are 40. അപ്പോൾ നമുക്ക് ആൻസർ എത്ര വന്നു? 0.8 ആണ് ഇതിൻ്റെ ആൻസർ. 0.8 എന്ന് പറയുന്നത് നമുക്കറിയാം ഈ സംഖ്യാരേഖയിൽ ഇത് 0.75 ആണ്. 75 കഴിഞ്ഞുള്ള നമ്പർ ആയിരിക്കും 0.8 എന്ന് പറയുന്നത്. സോ ഇതിൽ വരാത്ത ഭിന്നകമായതുകൊണ്ട് നമുക്ക് ഒബ്വിയസ്ലി നമുക്കറിയാം ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി 4/5 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
66 2/3 തുല്യമായത് ഏത്? എങ്ങനെയാണ് ശതമാനത്തിന് തുല്യമായത് ഏതാണ്? ശതമാനത്തിന് തുല്യമായത് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 66 2/3. നമുക്ക് ആദ്യം ഇതിന് എന്ത് ചെയ്യണം? മിക്സർ ഫ്രാക്ഷൻ ആയതിനെ നമുക്ക് സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? 66 × 3 + 2 / 3 എന്ന് വരും. 198 + 2/3 എന്ന് വരും. 200/3 എന്ന് വരും. ഓക്കെ, ഇനി ഇതിനെയാണ് നമുക്ക് എന്താക്കി മാറ്റേണ്ടത്? ഭിന്നസംഖ്യയാക്കി മാറ്റാനായിട്ട് ചെയ്യേണ്ടത് ഒരു ഭിന്നസംഖ്യ, അതായത് ഒരു ശതമാനത്തിൽ തന്നിരിക്കുന്നതിന് നമ്മൾ ഭിന്നസംഖ്യയാക്കി മാറ്റാനായിട്ട് എന്തുകൊണ്ടാണ് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഇതാണ് സംഭവം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചിട്ട് ഗുണിക്കുക. അപ്പോൾ അതായത് വരും 1/100 വരും. 0 0 കട്ടായി പോകും. ആൻസർ എത്ര വരും? 2/3. സോ ഓപ്ഷൻ എ 2/3 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അംശം 1 ആയ 2 ഭിന്നസംഖ്യകളുടെ തുക 10/21. ഒരു ഭിന്നസംഖ്യ 1/7 ആയാൽ രണ്ടാമത്തേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ അംശം 1 അതൊക്കെ നമുക്ക് വിട്ടേക്കാം. ഒരു ഭിന്നസംഖ്യ 1/7 ആണ്. ഏതോ ഒരു സംഖ്യ കൂടി കൂട്ടുമ്പോഴേക്കും നമുക്ക് ആൻസർ വരുന്നത് 10/21. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1/7 + x എന്ന് പറയുന്ന ഒരു സംഖ്യ കൊണ്ട് രണ്ടും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 10/21. നമുക്ക് ഈ എക്സ് എത്രയെന്നേ ചോദിച്ചിട്ടുള്ളൂ. സോ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? ഇവിടെ 10/21 ഓൾറെഡി ഇവിടെയുണ്ട്. ഈ പ്ലസ് ആയതിന് ഇപ്പുറം വരുമ്പോഴേക്കും മൈനസ് ആയിട്ട് വരും. ഇവിടെ ഡിനോമിനേറ്ററിൽ സെയിം ആക്കാനായിട്ട് ഇവിടെ എന്ത് ചെയ്യണം? 7ൻ്റെ ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? 21. 7ൻ്റെ ടേബിളിൽ വരുന്നതാണ്. അത് എത്രയാണ്? 3 തവണ അല്ലേ? അപ്പോൾ 7 × 3 മുകളിലും താഴെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 10 - 3/21 എന്ന് വരും. ഇവിടെ ആൻസർ എത്ര വരും? 10ൽ നിന്ന് 3 കുറച്ചാൽ ഇവിടെ എത്ര വരും? 7/21. 7 കൊണ്ട് അല്ലേ, 1 കൊണ്ട് 7 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആൻസർ എത്ര വരും? 1/3. സോ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1/7. എക്സ് എന്ന് പറയുന്നത് 1/3. ഇത് തമ്മിൽ കൂട്ടുമ്പോഴാണ്. സോ നമുക്ക് നോക്കിക്കേ, അംശം 1 സെയിം ആണ്. സോ ആൻസർ എത്ര വരും? ഓപ്ഷൻ ബി 1/3 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 5 1/2ൻ്റെ 2 1/2 മടങ്ങ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ഡയറക്റ്റ് ആൻസർ കണ്ടുപിടിച്ച് നോക്കിയിട്ട് സൊല്യൂഷൻ കറക്റ്റ് ആണോ അല്ലേ നോക്കിയാൽ മതി. മടങ്ങ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഡയറക്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ 10 × 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 10 × 2 അല്ലേ ചെയ്യുന്നത്. അത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 5 1/2ൻ്റെ 2 1/2 മടങ്ങ് എത്ര? മടങ്ങെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഇവിടെ ആൻസർ എന്ത് വരും? ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ആദ്യം ഇതിനെ എന്ത് ചെയ്യണം? മിശ്ര ഭിന്നമായതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? വിഷമ ഭിന്നത്തിലേക്ക് മാറ്റണം. എങ്ങനെയാണ് ഇതിനെ മാറ്റുന്നതെന്ന് അറിയാലോ അല്ലേ? 5 × 2 + 1 / 2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ഇത് ചെയ്യുക. സോ ഇവിടെ ആൻസർ എത്ര വരും? 5 × 2 10, 10 1 11, 11/2 ഇൻറ്റു 2 1/2നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2 × 2 4, 4 + 1 5, 5/2 എന്ന് വരും. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ ഡയറക്റ്റ് ചെയ്യണം. 55 ഇവിടെ അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആയിരുന്നു. നമ്മൾ ഇവിടെ എന്ത് ചെയ്തേനെ? ഡിനോമിനേറ്റർ ഒരു തവണ എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എത്ര വരും? 55/4 എന്ന് വരും. ഇതിന് നമുക്ക് എങ്ങനെ ചെറുതാക്കി എഴുതാൻ പറ്റും? 55/4 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തവണയാണല്ലേ. ഇവിടെ എത്ര വരും? 4 വരും. ഇവിടെ 1, ഇവിടെ 5 വരും. 3 തവണ വരും. 4 3 12, റിമൈൻഡർ 3 വരും. അപ്പോൾ ഏകദേശം 13 പോയിൻറ്റ്. ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. 7 4 28, 2 റിമൈൻഡർ വരും. സോ ഇവിടെ വീണ്ടും പോയിൻ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് വീണ്ടും ഇവിടെ 0 ഇട്ട് കൊടുക്കാം. I 4 20. സോ ആൻസർ ഇവിടെ എത്ര വരും? 13.75 എന്ന് വരും ആൻസർ. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇവിടെ വെച്ച് നിർത്താമായിരുന്നു. ഇവിടെ വെച്ച് നിർത്തുമ്പോൾ എങ്ങനെ വന്നേനെ? 13 1/4 എന്ന് വരും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇതിന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1/4 അല്ല, ഇവിടെ 3/4 വരുന്നതിന്. അതായത് 13 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 13 അല്ല, ഇവിടെ റിമൈൻഡർ 3 വരുന്നത്. സോ 13 3/4 എന്ന് വന്നേനെ. ഒന്നുകിൽ ഇതായിരിക്കും ആൻസറിൽ വരുന്നത്, അല്ലെങ്കിൽ ഇതായിരിക്കും, അല്ലെങ്കിൽ ഇത്. ഏതാണെങ്കിലും ഓക്കെയാണ്. അത് നമ്മുടെ ഓപ്ഷനിലേക്ക് വരുമ്പോഴേക്കും, നമുക്ക് PSC ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുമ്പോഴേക്കും അവിടെ എന്താണോ വന്നിരിക്കുന്നത് നോക്കി വേണം ആൻസർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 12 1/2 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 3/4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മറ്റേ വശത്തിൻ്റെ നീളം എത്രയാണ്? എത്ര വരുമെന്ന് നോക്കാം. അതായത് പരപ്പളവ് എങ്ങനെയാണ് പരപ്പളവ് കണ്ടുപിടിക്കേണ്ട? ചതുരത്തിൻ്റെ നീളം ഇൻറ്റു വീതി L × B. അത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. 12 1/2 തന്നിട്ടുണ്ട്. അതായത് അതിന് എത്ര വരും? 12 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണത്? 25/2 ആണ്. ഈക്വൽ ടു എന്ത് വരും? ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 3/4. അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 3/4 കൺവേർട്ട് ചെയ്യുമ്പോൾ 4 × 3 12, 12 + 3 15. സോ 15/4 വരും. സോ ഇവിടെ 15/4 ഇൻറ്റു B നമുക്കറിയില്ല, നമുക്ക് B അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ 12 1/2 നമുക്ക് എങ്ങനെ എഴുതാം? 25/2. ഇവിടെ ഇതിന് എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ ഇപ്പുറം വരുമ്പോഴേക്കും 15/4 എന്ന് വരും. ഇതാണ് B എന്ന് പറയുന്നത്.
രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ ഭിന്നസംഖ്യയെ തിരിച്ചിട്ട് ഗുണിക്കുക. സോ ഇവിടെ ആൻസർ എങ്ങനെ വരും? 25/2 ഇൻറ്റു 4/15. ഇതാണ് നമ്മുടെ വീതി എന്ന് പറയുന്നത്. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 2 വരും. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 25 എന്ന് പറയുന്നത് 5 തവണ, ഇവിടെ 3 തവണ. സോ ഇവിടെ 10/3 എന്ന് വരും. 10/3 ബി എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ ഉറപ്പായിട്ടും ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആയിരിക്കും തന്നിരിക്കുന്ന. കാര്യം ഇവിടെ പരപ്പളവും നീളവും മിക്സഡ് ഫ്രാക്ഷനിൽ തന്നിരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ മിശ്രഭിന്നത്തിൽ തന്നിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ആൻസറും എന്തിലേക്ക് മാറ്റണം? നമ്മൾ മിശ്രഭിന്നത്തിലേക്ക് മാറ്റണം. സോ 10/3 എത്ര വരും? 3 3s are 9/1 എന്ന് വരും. അതായത് ആൻസർ എങ്ങനെ വരും? ഇതെന്താണോ ആൻസർ എന്താണോ അത് ആദ്യം എടുത്ത് എഴുതുക, എന്താണോ ശിഷ്ടം വന്നത് അത് മേളിൽ എഴുതുക, ഡിവൈഡഡ് ബൈ എന്തുകൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് നമ്മൾ താഴെ എഴുതുക. അപ്പോൾ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. 1/3 അതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ദിവസത്തിൻ്റെ എത്ര ഭാഗമാണ് 7 മിനിറ്റ് 12 സെക്കൻഡ് എന്നത്? ഒരു ദിവസത്തിൻ്റെ എത്ര ഭാഗമാണ് 7 മിനിറ്റ് 12 സെക്കൻഡ്? 7 മിനിറ്റ് 12 സെക്കൻഡ് എന്ന് പറയുമ്പോഴേക്കും ഓൾറെഡി ഒരെണ്ണം സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? അതിനെ നമുക്ക് എല്ലാത്തിനെയും സെക്കൻഡിലേക്ക് മാറ്റണം. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 24 മണിക്കൂറാണ്. മണിക്കൂറിന് നമുക്ക് മിനിറ്റിലോട്ടാക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 60 ചെയ്യണം. അതിനെ വീണ്ടും സെക്കൻഡിലോട്ടാക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 60 വീണ്ടും ചെയ്യണം. ഓക്കെ, ഇതവിടെ കിടക്കട്ടെ, നമുക്ക് നോക്കാം. 7 മിനിറ്റ് 12 സെക്കൻഡ്. 7 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 60 എത്ര വരും? 480 സെക്കൻഡ് എന്ന് വരും. 420 സെക്കൻഡ് എന്ന് വരും. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു 12 സെക്കൻഡും കൂടി ഇല്ലേ? സോ നമുക്ക് അതും കൂടി ആഡ് ചെയ്യുമ്പോഴേക്ക് എത്ര വരും? 432 സെക്കൻഡ് എന്ന് വരും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ദിവസത്തിൻ്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ഭാഗമെന്ന് ചോദിച്ചാൽ അത് ആദ്യം മേളിൽ എഴുതണം. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 ഇൻറ്റു 60 ഇൻറ്റു 60 432 24 തമ്മിൽ എത്ര വട്ടമാണ്? 18 തവണയാണ്. 18 ഇൻറ്റു 24 432 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എങ്ങനെ വരും? 18/6 ഇൻറ്റു 6 36 0 എന്ന് വരും. 18 36 എത്ര വട്ടമാണ്? 2 തവണ. സോ ആൻസർ എത്ര വരും? 1/200 എന്ന് വരും. സോ ഓപ്ഷൻ സി 1/200 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലഘൂകരിക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അല്ലേ, രണ്ട് സാധനം ഒരു ഭിന്നസംഖ്യയിൽ എന്താ താഴെ തന്നിരിക്കുന്ന ഛേദത്തിന് പകരം അവർ അവിടെയും എന്താ തന്നിരിക്കുന്നത്? ഒരു മിശ്ര ഭിന്നമാക്കി തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം അതിനെ ഒന്ന് മാറ്റിയെടുക്കാം. 7 1/3 നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 7 ഇൻറ്റു 3 21 22/3 എന്ന് വരും. അതേപോലെ 3 1/7 കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര വരും? അത് 22/7 വരും. ഓക്കെ, നമുക്കിനി ക്വസ്റ്റിലേക്ക് പോകാം. 3 ഡിവൈഡ് ബൈ എന്ത് വരും? 22/3 പ്ലസ് 3 ഡിവൈഡ് ബൈ 22/7 എന്ന് വരും. രണ്ട് സംഖ്യകളെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എന്താ ഡിവിഷനല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അതിനെ തിരിച്ചിട്ട് ഗുണിക്കുക. സോ 3 ഇവിടെ എന്ത് ചെയ്യണം? ഇതിനെ ഡിവൈഡ് ബൈ എന്നുള്ള സിമ്പിളായി തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ തിരിച്ചിട്ട് ഗുണിക്കുമ്പോഴേക്കും ഇൻറ്റു 3/22 എന്ന് വരും. പ്ലസ് 3 ഇൻറ്റു 7/22 എന്ന് വരും. ആൻസർ എത്ര വരും? 3 ഇൻറ്റു 3 എന്ന് പറയുന്നത് 9 9/22 പ്ലസ് അടുത്ത എത്ര വരും? 7 ഇൻറ്റു 3 21 21/22. ആൻസർ എങ്ങനെ വരും? 30/22. കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 2 കൊണ്ട് കട്ട് ചെയ്യുക അല്ലേ 30-ന്. അപ്പോൾ എത്ര വരും? 15 ഇൻറ്റു 2 30 22 എന്ന് പറയുമ്പോൾ 11 വരും. ഓക്കെ, 15/11 ഇത് നമുക്ക് ഓപ്ഷനിലില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ മിശ്ര ഭിന്നത്തിലോട്ട് മാറ്റണം. 15/11 ഒരു തവണ 15-ൽ 11 ഒരു തവണയാണ്. റിമൈൻഡർ 4 വരും. സോ ആൻസർ എങ്ങനെ വരും? ആദ്യം എന്താണോ കിട്ടിയത് അതെടുത്ത് എഴുതുക, റിമൈൻഡർ മുകളിൽ എഴുതുക, എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് നമ്മളതിനെ താഴേക്ക് എടുത്തെഴുതുക. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1 4/11. ഒരു ഭിന്നസംഖ്യയുടെ 1/8 ഭാഗം 42 ആയാൽ സംഖ്യ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഭിന്നസംഖ്യയുടെ ഒരു സംഖ്യയുടെ 1/8 ഭാഗം 1/8 നമുക്ക് എക്സാക്കി എടുക്കാം. അതിൻ്റെ 1/8 ഭാഗം 42 സംഖ്യ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭാഗം എന്നൊക്കെ പറയുമ്പോഴേക്കും എപ്പോഴും എന്താണ്? ഇൻറ്റു ആണ് വരേണ്ടത്. ഇപ്പോൾ ഒരു കേക്കിൻ്റെ അരഭാഗം എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 1 ഇൻറ്റു 1/2 അല്ലേ ചെയ്യുന്നത്. അതേപോലെ തന്നെ അപ്പോൾ ഇവിടെ എന്ത് വേണം? എക്സ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. 42 ഇൻറ്റു 8 വരും. 8 ഇൻറ്റു 2 16 ശിഷ്ടം 1 4 32 32 1 33. സോ ആൻസർ വരുന്നത് എത്രയാണ്? ഓപ്ഷൻ ഡി 336 വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഒരു ടാങ്കിൻ്റെ 1/3 ഭാഗവും വെള്ളമുണ്ട്. 100 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ അത് പകുതി നിറഞ്ഞു. എങ്കിൽ ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളമുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ടാങ്ക് അതിലെങ്ങനെയാണ് 3 ഭാഗമായിട്ട് തിരിച്ചിട്ട് 1/3 ഭാഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ഭാഗത്താണ് അതിൽ വെള്ളമുള്ളത്.
അതിലേക്ക് നമ്മൾ 100 ലിറ്ററും കൂടി ഒഴിച്ചപ്പോഴേക്കും ടാങ്ക് എന്തായി, പകുതിയോളം നിറഞ്ഞു. അപ്പം നമുക്ക് ടാങ്കിൽ ആകെയുള്ളത് എക്സ് ആക്കി എടുത്താൽ എങ്ങനെയാണ് 1/3 ഭാഗമെന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 1/3, അതായത് എന്ത് വരും, x/3. ഈ x/3 പോർഷനിലോട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, 100 ലിറ്റർ വെള്ളം കൂടി ആഡ് ചെയ്തു. അപ്പോൾ അതെന്തായി, ടാങ്കിൽ ആകെയുള്ള വെള്ളത്തിൻ്റെ പകുതിയായിട്ട് മാറി. അത് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ് എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 100 എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും, x/2 മൈനസ് x/3 എന്ന് വരും. ഇവിടെ എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ എത്ര വരും, 100 = 3x മൈനസ് 2x ഡിവൈഡ് ബൈ 6 എന്ന് വരും. 100 = 3x-ന്ന് 2x പോയി കഴിഞ്ഞാൽ എത്ര വരും, x/6. സോ ഇവിടെ എത്ര വരും, 100. ഇവിടെ ഡിവിഷൻ ആയത് ഇപ്പുറം വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും. 100 × 6 എന്ന് പറയുന്നത് x ആണ്. സോ 600 ലിറ്റർ വെള്ളമാണ് ആ ടാങ്കിൽ ആകെ കൊള്ളുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 100 അല്ല, 600. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ വലുതേത്? ഇവിടെ നോക്കിക്കേ, നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1 നമ്മൾ പറഞ്ഞതാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ വരുമ്പോഴേക്കും ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഡിഫറൻസ് സെയിം ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. 15ഉം 16ഉം ഡിഫറൻസ് 1ആണ്. 24, 25 ഡിഫറൻസ് 1ആണ്. ഇവിടെയും 1ആണ്, ഇവിടെയും 1ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഭിന്നസംഖ്യകൾ വലുതാണ് ചോദിക്കുന്നതെങ്കിൽ വലിയ ഛേദമുള്ളതായിരിക്കും വലിയ അംശബന്ധം. ചെറുതാണ് ചോദിക്കുന്നതെങ്കിൽ ഏതായിരിക്കും, ഇതിൽ ചെറുതേതെന്ന് ചോദിച്ചാൽ ഇതായിരിക്കും ചെറുത്, ഏറ്റവും ചെറിയ ഛേദം വരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിനോദ് 20 മീറ്റർ ചരട് വാങ്ങി. ഇതിൽ നിന്നും ആദ്യം 5/3/4 മീറ്ററും പിന്നീട് 6/1/2 മീറ്ററും മുറിച്ചെടുത്തു. ഇനി എത്ര നീളം ബാക്കിയുണ്ട്? ആദ്യം നമുക്ക് മുറിച്ചെടുത്ത് എത്രയെന്ന് നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കും? 5/3/4. ഇതെങ്ങനെയാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, +6/1/2. ഇത് രണ്ടും അല്ലേ, ആദ്യം 20 മീറ്ററിൽ നിന്ന് ആദ്യം ഇത്രയും മുറിച്ചു, പിന്നെ ഇത്രയും മുറിച്ചു. അപ്പോൾ എന്താ, ഇത് രണ്ടും കൂടി കൂട്ടി നോക്കണം. 5 + 6 3/4 +1/2. ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ഇവിടെ 2 കൊണ്ട് ഗുണിക്കുക, ഇവിടെയും 2 കൊണ്ട് ഗുണിക്കുക. സോ 6 5 11. 11 ഇവിടെ എത്ര വരും, 3 + 2 / 4 എന്ന് വരും. സോ ഇതെങ്ങനെ വരും ആൻസർ, 11 5/4 എന്ന് വരും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആകെ ഉണ്ടായിരുന്ന 20 മീറ്റർ അല്ലേ, അതിൽ നിന്നാണ് ഈ 11 5/4 കുറയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും, ഈ മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ ഇംപ്രോപ്പർ ആക്കാനായിട്ട് 20 മൈനസ് ഇവിടെ എത്രയാണ്, 11 × 4 44, 44 + 5 എന്ന് പറയുന്നത് 49/4 എന്ന് വരും. ഇനി ഇതിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 × 4 80, 80 മൈനസ് 49/4. അതായത് ആൻസർ വരുന്നത് എത്രയാണ്, 31/4. ഇവിടെ തന്നിരിക്കുന്ന രണ്ടും എന്താണ്, മിക്സഡ് ഫ്രാക്ഷനായിട്ട് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റണം. സോ ഇവിടെ ആൻസർ എങ്ങനെ വരും, ഇവിടെ 7 7 4 28, റിമൈൻഡറായിട്ട് എത്ര വരും, 3 വരും. സോ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടത്, ആൻസർ എത്രയാണോ അത് ആദ്യം എടുത്ത് എഴുതുക, റിമൈൻഡർ മുകളിൽ എഴുതുക, എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് താഴെ എഴുതുക. സോ 7.25 മീറ്റർ, 3/4 മീറ്റർ ചരട് എന്ത് ചെയ്യും, ബാക്കിയുണ്ടാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 100ൻ്റെ 12/1/2 മടങ്ങ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 100ൻ്റെ 1/100ൻ്റെ 12/1/2 മടങ്ങ് എത്ര? ഇത് നമുക്കറിയാം, ഏതൊരു സംഖ്യയുടെയും ശതമാനം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ÷ 100 ചെയ്യുന്നത്. അത് തന്നെയല്ലേ ഇവിടെ ചെയ്തിരിക്കുന്നത്, ÷ 100. സോ നമുക്കിതിന് എന്ത് പറയാം, 12.5% എന്ന് പറയാം. ഓപ്ഷൻ ബി ആണ്. പക്ഷേ ഇവിടെ എന്താണ്, എയും ബിയും എന്നൊരു ഓപ്ഷൻ അവർ എക്സ്ട്രാ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം അത്. അപ്പോൾ 12/1/2 എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അതിനെ വിഷമ ഭിന്നമാണ്, അതിനെ മിശ്ര ഭിന്നമാണ്, അതിനെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റുമ്പോൾ 25/2 കിട്ടും. അതായത് 1/100 × 25/2 എന്ന് പറയുന്നത് എത്രയാണ്, 25 100 കൂടി കട്ടായി പോകും, 4 1/4 × 2 8. സോ ആൻസർ ഏത് വരും, ഇതും വരും ഇതും വരും. സോ ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി, എ ആൻഡ് ബി വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിൽ 0 വന്നാൽ അതിൻ്റെ വില 0 ആയിരിക്കും. അതായത് 0/5 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്, 0 ആണ്. 0/1000 എത്ര വന്നാലും ആൻസർ എത്രയാണ്, 0 ആയിരിക്കും. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിൽ 0 വന്നാൽ അതിൻ്റെ വില 0 ആയിരിക്കും. ഇത് ശരിയാണ്. വിഷമ ഭിന്നത്തിൽ അംശം ഛേദത്തേക്കാൾ വലുതായിരിക്കും. അതായത് നമ്മുടെ ഭിന്നസംഖ്യകളും
അല്ലേ? ഒന്നെന്താണ് മിശ്ര ഭിന്നമാണ്, പിന്നെ എന്തുണ്ട് വിഷമ ഭിന്നമുണ്ട്, പിന്നെ എന്താണ് സാധാരണ ഭിന്നം. സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു സാധാരണ ഭിന്നമാണ്, അതായത് അംശം ചെറുതും ഛേദം വലുതുമായിരിക്കും. ഇതാണ് സാധാരണ ഭിന്നം. വിഷമ ഭിന്നം എന്ന് പറഞ്ഞാൽ ഇതിനെ നേരെ തിരിച്ചെഴുതുക, അതായത് അംശം എപ്പോഴും വലുതായിരിക്കും. അംശം വലുതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിഷമ ഭിന്നം എന്ന് പറയുന്നത്. സോ ഇതും ശരിയാണ്. വിഷമ ഭിന്നത്തിൻ്റെ വില എല്ലായ്പ്പോഴും ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും, അല്ലേ? ഇപ്പം നോക്കിക്കേ, 5/2 നമുക്കറിയാം 2 വട്ടമാണല്ലേ, 4 1 വരും. ആൻസർ 2 വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും വിഷമ ഭിന്നം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. സോ ഇതും ശരിയായ പ്രസ്താവനയാണ്. സാധാരണ ഭിന്നത്തിൻ്റെ വില 0നും 1നും ഇടയിലായിരിക്കും. നമ്മൾ എത്ര വലിയ നമ്പർ വേണമെങ്കിലും നിങ്ങൾ എഴുതി നോക്കിക്കോ, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മളതിനെ പോയിൻ്റാക്കി എഴുതുമ്പോഴേക്കും അത് ഈ ഒരു ഗ്യാപ്പിലായിരിക്കും വരുന്നത്, 0നും 1നും ഇടയിൽ. ഇപ്പോൾ നമുക്ക് നോക്കാം, 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.25. അതേപോലെ 3/4 നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? 0.75. ഇതെല്ലാം എന്താണ്? ഇതിൻ്റെ ഇടക്കായിരിക്കും. അപ്പോൾ സാധാരണ ഭിന്നത്തിൻ്റെ വില 0നും 1നും ഇടയിലായിരിക്കും. അപ്പോൾ ഇതും ശരിയാണ്. അപ്പം നമുക്ക് എന്താണ്? ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിൽ 5/7 ഭാഗം ആൺകുട്ടികളും ബാക്കി പെൺകുട്ടികളുമാണ്. സോ 5/7 ഭാഗമാണ് ആൺകുട്ടികൾ. ബാക്കി പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ എത്ര ഭാഗമായിരിക്കും അത്? 2/7 ഭാഗം. കാര്യം ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 7 തന്നെ കിട്ടണ്ടേ, അതായത് 7/7 ഒന്നെന്ന് കിട്ടണം. അപ്പോൾ ഇത്രയുമാണ് എന്ത്? ഗേൾസിൻ്റെ എണ്ണം, ഇത്രയുമാണ് ബോയ്സിൻ്റെ എണ്ണം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പെൺകുട്ടികളുടെ എണ്ണം 30. അതായത് 2/7 എന്ന് പറയുന്നത് 30 ആയാൽ മേൽപ്പറഞ്ഞ വസ്തുതകൾ മനസ്സിലാക്കി ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരഞ്ഞെടുക്കാൻ. ആൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കണം നമുക്ക്. അതിനു മുമ്പ് നമുക്ക് എന്താ, ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്, അതായത് 1. നമ്മളെപ്പോഴും ടോട്ടൽ എടുക്കുമ്പോൾ 1 ആക്കി എടുക്കും. ഈ 1 എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 എണ്ണമുള്ളത് മുകളിൽ എഴുതുക. സോ 1/30 എന്ന് വരും. ഡിവൈഡ് ബൈ 1 എണ്ണം ഉള്ളത് താഴെ, 2/7. 1/30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ 2/7 എന്നാണ് ഈ തന്നിരിക്കുന്നത്. ഹരിക്കുമ്പോൾ എന്ത് ചെയ്യണം? തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ എന്ത് വരും? 30 × 7/2 എന്ന് വരും. 210/2. ആൻസർ വരുന്നത് 105 ആണ്. അതായത് ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം 105 ആണ്. അപ്പോൾ ഇത് ശരിയായ പ്രസ്താവനയാണ്. ആൺകുട്ടികളുടെ എണ്ണം 105 പിള്ളേർ ടോട്ടലുണ്ട്, 30 പെൺകുട്ടികളുണ്ട്. ബാക്കി എത്ര വരും ആൺകുട്ടികൾ? 75. സോ ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? 75 ആണ്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ നോക്കിക്കേ, 1ഉം 2ഉം ശരി. ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. മാത്സിൽ നമ്മൾ പ്രസ്താവന ചോദ്യങ്ങളെന്ന് പറയുമ്പോഴേക്കും ഇതേപോലെ ടൈപ്പായിരിക്കും ചോദിക്കുന്നത്. അതായത് നമ്മളൊരു 2ഓ 3ഓ പ്രോബ്ലം ചെയ്യേണ്ട കാര്യങ്ങൾ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ടൈം പെട്ടെന്ന് അത് ചെയ്ത് തീർക്കാനായിട്ട് നോക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. പ്രസ്താവന ചോദ്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ. നമ്മൾ കുറേ ചിലപ്പോൾ സാധാരണ PSCക്ക് ഒരു 10 ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഒരു ഒറ്റ ക്വസ്റ്റ്യനിലേക്ക് ഇട്ട് തരും. ഓക്കെ, അപ്പോൾ നമ്മുടെ 15 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ ഏകദേശം എല്ലാ ടോപ്പിക്കുകളും ഒന്ന് ഓടിച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. LPUPക്ക് ഇതുവരെ ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. SCRT ഉണ്ട്, അതേപോലെ അല്ലാണ്ട് PSC ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്